ബ്രൂട്ടനെ സ്കൂൾ വിട്ട് വരുന്നേയും കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അവന്റെ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ്, കൈതപ്പൊയിലാണ്. പക്ഷേ 3:40 വിട്ടാല് 4:45 കേട്ടോ ഇവിടുത്തെ ലാസ്റ്റ് വണ്ടിയാണ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അവന് രാവിലെ സ്കൂൾ വിട്ട് പോകുമ്പോൾ സ്കൂൾക്ക് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഉമ്മച്ചേ ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് വൈകുന്നേരം ചായക്ക് പഴംപൊരി ഉണ്ടാക്കി തരണം എന്ന്. അതും പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാൻ വേഗം വന്ന് പഴംപൊരി ഉണ്ടാക്കാൻ നോക്കുക, 2 പഴം ബാലൻസ് ഇവിടെ ഉണ്ട്, അങ്ങോട്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്ക് ഈ സമയത്തൊക്കെ ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെയൊക്കെ കുട്ടിക്കാലം, നമ്മളെ സ്കൂൾ കാലഘട്ടമൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഞങ്ങളുടേന്നല്ല, ഒരു ഒട്ടുമിക്ക എല്ലാ 90s കിഡ്സിൻ്റെയും സ്കൂൾ കാലഘട്ടം ഇങ്ങനെ ആയിരിക്കും കേട്ടോ. എത്രയോ കിലോമീറ്റർ നടന്നിട്ടൊക്കെയാണ് നമ്മൾ സ്കൂൾക്ക് പോലും വരലും. ഇപ്പോഴത്തെ മക്കൾ ഇതാ മുന്നിൽ തന്നെ വണ്ടി വരും, അങ്ങനെയൊക്കെയാണല്ലോ. അന്ന് അതൊന്നല്ല, എവിടെ നോക്കിയാലും ദാരിദ്ര്യമാണല്ലോ. ദാരിദ്ര്യമൊക്കെ നിൽക്കണേ പണ്ടത്തെ കേൾക്കാനുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ ചോറാണ് കേട്ടോ തിന്ന്. ഇങ്ങനത്തെ പലഹാരങ്ങളൊന്നും നമ്മൾ കണ്ടിട്ട് തന്നെയല്ല. പിന്നെ ആണ്ടിലോ കൊല്ലത്തിലോ ഒരു വിരുന്നാരൊക്കെ വരണം, ഒരു മിക്സർ പാക്കറ്റൊക്കെ കിട്ടണമെങ്കിൽ, അങ്ങനെയായിരുന്നു അന്നത്തെ കാലഘട്ടം. ഇപ്പം അതല്ല, മക്കൾ പറയാണ്, രാവിലെ പറഞ്ഞിട്ട് പോവുകയാണ് എനിക്ക് വൈകുന്നേരം വരുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ. അന്ന് ചോറ് പക്ഷെ ആ ചോറ് കൂട്ടാൻ ടേസ്റ്റ് പഠിച്ചവനെ ഇപ്പോഴത്തെ മക്കളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. അതെന്ത് ചോറ് എന്ത് കൂട്ടാൻ എന്ന് മക്കൾ ചോദിക്കും. പക്ഷെ അങ്ങനെയാണ്, എത്രയോ കിലോമീറ്റർ നടന്നു വരുമ്പോൾ നമുക്ക് ആ ചോറിൻ്റെയൊക്കെ ഒരു രസം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റൂലല്ലേ. അപ്പം ഇത്തരം അനുഭവങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ല ഞാൻ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണം. ഇത് എനിക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. അങ്ങനെ അതാ ജബ്രൂട്ട് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അംഗം വെട്ടാൻ പോകണം. അവനോട് കുളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടീസാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പഴംപൊരി വേണമെങ്കിൽ കുളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം കുളിച്ച്. നബൂട്ടിന് എപ്പോഴും ഡ്രസ്സ് തിരിച്ചാട്ടോണ്ട്, തല തിരിച്ചാട്ട്. അങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഈ മഴയത്ത് നല്ല കട്ടൻ ചായ ജബ്രൂട്ടനാണ് കേട്ടോ. ജബ്രൂട്ടൻ കട്ടനേ കുടിക്കുള്ളൂ, നബൂട്ടന് പാൽ ചായ. അങ്ങനെ അതും പഴംപൊരിയൊക്കെ തിന്നാൽ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ചായ കുടിക്കട്ടെ. ഇന്നത്തെ ചായ വിശേഷം ഇതൊക്കെയാണ്. എനിക്ക് എല്ലാം ആയി റെഡിയായി കുടിക്കാമെന്നൊന്നും, നല്ലോണം ഇരുന്ന് കുടിക്കാമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. ജബ്രൂട്ടൻ്റെ ചായയിൽ മധുരമല്ല എന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ ഞാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ മധുരമൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെയാണ്